ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ മുംബൈയിലെ മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊളാബയിലേക്കാണ്. അപ്പോൾ റെഡിയായി, ഒരു 10:30 ആയപ്പോഴത്തേക്ക് റെഡിയായി. ഈ ഒരു ഔട്ട്ഫിറ്റ് സ്റ്റുഡിയോയിൽ നിന്നാണ്, ജ്വല്ലറി ഇക്കാവ. അപ്പോൾ നമ്മൾ ഒരു 10:30 റെഡിയായി. നേരെ നമ്മളൊരു ഊബർ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 45 മിനിറ്റ്സ് ട്രെയിനിൽ ഒരു ട്രാവലുണ്ട്. എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്ന കഞ്ചുമാർഗിൽ നിന്ന് കൊളാബയിലേക്ക് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് നമുക്ക് ട്രാവലുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിലും മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ കയറുക എന്ന് വെച്ചാൽ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല തിരക്കാണ്. കാരണം എല്ലാവരും ഈ വർക്കിനൊക്കെ പോകുന്നതെല്ലാം അവിടെ കൂടുതൽ ആൾക്കാർ ട്രാവലിന് ഇതുപോലത്തെ ലോക്കൽ ട്രെയിൻസാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കയറിയപ്പോൾ സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതിയെ സീറ്റ് കിട്ടി. കാരണം നമ്മളുടേത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. നമ്മൾ CSMT ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പം ആൾക്കാർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞില്ല, അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ സമയം പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് നമ്മളുടെ സ്റ്റേഷനെത്തി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊളാബയിലെ CSMT റെയിൽവേ സ്റ്റേഷൻ. ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനസ് എന്നാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പേര്. നേരത്തെ ഇതിന് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു ഇതിൻ്റെ പേര് കേട്ടോ. ഇത് 1878 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അറൗണ്ട് 10 ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഈ ഒരു ബിൽഡിംഗ് എന്നല്ല, ആ കൊളാബയിൽ ബിൽഡിങ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു പഴയ കൺസ്ട്രക്ഷൻസിൽ ചെയ്തേക്കുന്ന ആ ബിൽഡിങ്സ് എല്ലാം തന്നെ അവരങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു എൻറ്റയർ ഏരിയ. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ എത്തി. നല്ല വെയിലുള്ള സമയത്താണ് ചെന്നത്, പക്ഷേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ഗേറ്റ് വേ. ഞാൻ ഒരിക്കലും കാണും എന്ന് വിചാരിച്ചൊന്നല്ല കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലത്തെ ബിൽഡിങ്സും ഒക്കെ കാണാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ്. 1911 ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് 1924 ഇത് കംപ്ലീറ്റ് ആയത്. 85 അടി ഉയരമുണ്ട് ആ ഒരു ബിൽഡിങ്ങിന്. അവിടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയാണ് നമ്മുടെ താജ്. ഈ രണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ ഒരു രണ്ട് ബിൽഡിങ്സ്, രണ്ടെന്നല്ല ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, പക്ഷേ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചർ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, എന്നുവെച്ചാൽ അന്നത്തെ കാലത്തെ മേക്കിംഗ് ആണ്, പക്ഷേ എന്ത് ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ തന്നെ അത്രയും ഭംഗിയുള്ളത് കൊണ്ടാണല്ലോ അത് കാണാനായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മളെപ്പോലെയുള്ള ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വരുന്നത്. വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് കൊളാബ കോസ്വേ ആണ്. നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ആ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് നല്ല ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ കൊളാബ കോസ്വേയിലെത്തി. ഇവിടെ ശരിക്കും ഷോപ്പ് ചെയ്യാൻ നല്ലത്. ഹാൻഡ് ബാഗ്സിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ആക്സസറീസ്, മെന്നിൻ്റെ ആക്സസറീസ് ആണെങ്കിലും അതുപോലെ ലേഡീസിനുള്ള ജ്വല്ലറീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അല്ല ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ശരിക്കും അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ ബാന്ദ്ര ഹിൽ റോഡ് തന്നെയാണ്. അങ്ങനെ അവിടെ കൂടെ കുറേ നേരം കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ബാഗ്ദാദിയിലേക്ക് പോയി. നിങ്ങൾ കൊലാബ പോവുകയാണെങ്കിൽ എന്തായാലും ബാഗ്ദാദിയിലെ ചിക്കൻ ഫ്രൈ മസാല, മട്ടൻ നിഹാരി ആൻഡ് ബട്ടർ നാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. ഞാൻ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി നാനാണ്. പിന്നെ വിശന്ന് കിളി പാറിയിരുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് അവരുടെ മസാലയൊക്കെ നല്ല ഫ്ലേവറാണ്. പിന്നെ അതുപോലെ ജീര റൈസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഊബർ എടുക്കുന്നതിനേക്കാളും നല്ലത് അവിടെ തന്നെ ലോക്കൽ ഓടുന്ന ടാക്സീസ് ഉണ്ട്, അതിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇവർ ചാർജ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ഈവനിങ് ടൈം വെയിലൊക്കെ നല്ലൊരു സൺസെറ്റിൻ്റെ സമയത്താണ് ചെന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് മിസ് ചെയ്യാതെ
ചെയ്യേണ്ട ഒരു കാര്യം ചായ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടുത്തെ മസാല ചായ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എന്തൊക്കെയാണ് അതിനകത്ത് ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ ആ ചായയും കുടിച്ച് ഈ ഒരു വ്യൂവും കണ്ടിരിക്കുന്ന ഫീല് വേറെ എങ്ങും കിട്ടില്ല. അടിപൊളിയായിരുന്നു ആ ഒരു വൈബ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് സൺസെറ്റ് കാണാൻ നിന്നില്ല കേട്ടോ, കാരണം സൺസെറ്റ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ടാക്സി എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്. ഇതൊരു സെൽഫി പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എത്ര ഭംഗിയാണെന്ന് നോക്കി ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് നേരെ ട്രെയിനിൽ കയറി. നല്ല ടയേർഡായിരുന്നു, കാരണം ഫുൾ വെയിലത്തൊക്കെ ആയിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ കൊലാബ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം അത്രയും നല്ല സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ പറ്റി. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.